ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ ജാക്ക് പോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2002 റിലീസായ ഇറിവേഴ്സിബിൾ എന്ന ചിത്രമാണത്. മോണിക്ക ബെല്ലൂക്കി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നല്ല കിടുരംഗങ്ങളുണ്ട്. മോണിക്ക ബെല്ലൂക്കിനെ ഇതിനോടകം തന്നെ മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും. മെലീന, മെട്രിക്സ്, സ്പെക്ടർ, ദ അപ്പാർട്ട്മെൻറ്റ്, ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള എന്ന് തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ച നടിയാണവൾ. അവളുടെ അതുപോലുള്ള ചില മാസ്മരിക പ്രകടനങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അലക്സ എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. വളരെയധികം സുന്ദരിയാണ് അലക്സ. പാർട്ടി കഴിഞ്ഞ് വരുന്ന അവളെ ഒരു ടണലിൽ വെച്ച് ഒരു അപരിചിതൻ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കൂടി കാണേണ്ടതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ചിത്രമായ ദ ലവ് ആണ്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ ഈ ചിത്രത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത്തരം കാഴ്ചകളാണ് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അയോമി മുയക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നല്ല കിടുകാഴ്ചകൾ കാണുവാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 5 സ്റ്റാർ റേറ്റിംഗ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ തീർച്ചയായും മിസ് ചെയ്യാതെ കാണേണ്ടതാണ്. പാരീസിൽ ജീവിച്ചിരുന്ന മർഫി എന്നൊരു യുവാവ് എലക്ട്ര എന്നൊരു യുവതിയെ പരിചയപ്പെടുന്നു. അതിനുശേഷം അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കാഴ്ചകൾ നിരവധിയാണ് ഈ ചിത്രത്തിൽ കാണുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും തന്നെ നിരാശനാകേണ്ടി വരികയില്ല. ഞാൻ ആദ്യം പറഞ്ഞ 5 സ്റ്റാർ റേറ്റിങ്ങിൽ ഇത് എല്ലാം തന്നെ പെടും. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് തന്നെ ഈ സിനിമ ഒരുക്കുന്നുണ്ട്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ മൂന്നാമതെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി LGBT പടമാണ്. 2013 പുറത്തിറങ്ങിയ ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ എന്ന ചിത്രമാണത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം അടിപൊളി കാഴ്ചകളാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. കാഴ്ചയുടെ ദൃശ്യവിരുന്ന് കൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ലിയ സുഡോക്സും
അഡിലി എക്സാർപോലോസും കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഒരു ചിത്രമാണത്. അവർ രണ്ടുപേരുടെയും കിടുരംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉടനീളമുണ്ട്. എമ്മ എന്നു പേരുള്ള ഒരു പെൺകുട്ടി അഡിലി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും പിന്നെ അവർക്കിടയിൽ നല്ല അടിപൊളി പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുന്ന ഒരു ചിത്രമാണത്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ നാലാമതെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഡെൻമാർക്ക് ചിത്രത്തിനെയാണ്. 2012 പുറത്തിറങ്ങിയ എ റോയൽ അഫെയർ എന്ന ചിത്രമാണത്. കരോളിന മത്തിൽഡെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഒരു വട്ടനായ രാജാവിനെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു സുന്ദരിയായ രാജ്ഞിയുടെ കഥ പറയുന്ന ചിത്രമാണത്. അവൾ പതിയെ കൊട്ടാരം വൈദ്യനുമായി പ്രണയത്തിലാവുന്നു. പിന്നീട് അവർക്കിടയിൽ നല്ല അടിപൊളി പരിപാടികൾ നടക്കുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. 1767 കാലഘട്ടം പശ്ചാത്തലമായി കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ രാജഭരണവും അതേപോലുള്ള ചില കാഴ്ചകൾ കാണുവാൻ ഇഷ്ടമായുള്ളവർക്ക് തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ഈ ചിത്രം കൊണ്ടുപോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2009 റിലീസായ കൊക്കോ ചാനൽ ആൻഡ് ഐഗർ സ്ട്രക്കാവൻസി എന്ന ചിത്രമാണത്. കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത പേര് പോലെ തോന്നുമെങ്കിലും നല്ല അടിപൊളി കാഴ്ചകൾ ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അന്ന ബൊഗുലസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നല്ല കിടു കാഴ്ചകളുണ്ട്. ഒരു പണക്കാരനായ ഒരാളെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ചിത്രമാണത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. 1913 പാരീസിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രമായതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നല്ല മറക്കാനുമാകാത്ത അടിപൊളി രംഗങ്ങൾ ഈ ചിത്രം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.